ഇവിടെ വിദേശ രാജ്യങ്ങളുടെ ആധിപത്യം ഭരിച്ച് ഇവിടുത്തെ കലാകാരന്മാരുടെ കൈവരെ വെട്ടിക്കളഞ്ഞതും നിങ്ങളൊക്കെ പഠിച്ചവർക്കറിയാം. നളന്ദ തക്ഷശില എന്നൊക്കെ പറഞ്ഞ് 3 മാസം അതിൻ്റെ ഈ ചവറ് പെറുക്കിയിട്ട് കത്തിച്ചിട്ട് തീർന്നില്ലെന്നാ പറയുന്നത്, ഈ കുപ്പ. അപ്പൊ അവിടുത്തെ മറ്റു സാധനങ്ങൾ എത്രയെന്ന് അറിയില്ല. അപ്പൊ ഈ നിലയ്ക്ക് ഹിന്ദുക്കളുടെ ചില പൊണം പറച്ചിലുണ്ട്. എന്തിനാണ് ഇവർ പൊണ്ണം പറയുന്നത്? പിന്നെ അവർ ഇവിടെ വന്നിട്ട് പലതും കാണിച്ച് ഭരിച്ചതിൻ്റെ ദോഷവും നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുകയാണ്. അത് ഇസ്ലാം എന്നല്ല, ജൈൻ എന്നല്ല, ബൗദ്ധൻ എന്നല്ല, ഹിന്ദു എന്നല്ല, ജന്തു എന്നല്ല, ആരും ഒരുപോലെ അനുഭവിക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ലോകം മൊത്തം ഇത് പടർന്ന് പിടിച്ചിട്ട് ഈ പടർച്ച ലോകത്തിലെല്ലാ കുഞ്ഞുങ്ങളുടെയും ഹൃദയത്തിനകത്ത് കയറിയിരുന്ന് തപസ് ചെയ്യണം. ഇത് നിങ്ങൾ മനസ്സിലാകാതെ ഇന്നും പോകുന്നു. എന്താണ് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം? ഗുരുപൂജ എന്നൊരു ഭാഗം ഇവിടെ ചെയ്യുന്നു. എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് നേരാമെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറെ ഇന്നപോലെയൊക്കെ ചെയ്യണം, എന്തെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ, കിട്ടുന്നവരെ വെച്ച് അത് ചെയ്ത് അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യവും ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥന ബ്രഹ്മചാരികളും സന്യാസിമാരും എത്തിക്കേണ്ട പ്രാർത്ഥനയ്ക്ക് ഒരു നാമം പറഞ്ഞു തന്നിട്ട് അത് എല്ലാവരെയും കൊണ്ട് ജപിപ്പിക്കാൻ പറഞ്ഞതാണ്. അല്ല, അങ്ങനെയാണ് ഈ നാമം ഉണ്ടായെന്ന് വരെ ആളുകൾക്ക് അറിയില്ല. ഇത് ഇത്രയും കാലം കൊണ്ടുപോയി. എനിക്കിന്ന് നിങ്ങളോട് ഇങ്ങനെ സന്തോഷമായിട്ട് സംസാരിക്കാൻ പോലും സാധിക്കാത്ത നിലപാടുമായി. ചെയ്ത് ആര് ചെയ്തിട്ടുണ്ടോ ആ വീട്ടുകാർക്കാണ് അറിയാതെ വന്നിരിക്കുന്നത്. ഇപ്പൊ 2 വീട്ടുകാര് ഏറ്റവും വലിയ പഴക്കമുള്ള വീട്ടുകാർ നിങ്ങൾ കണ്ട്, അവർക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞില്ല, പഴക്കമില്ലെന്ന് പറഞ്ഞില്ല, എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് ഇല്ലാത്തത്?